തിരുസഭയിലെ വൈദികർ, കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലെ തളരാത്ത വേലക്കാർ, ആരെനിക്കായി പോകുമെന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് ജീവിതം കൊണ്ട് ഉത്തരമാകുന്നവർ. ജീവന്റെ സുവിശേഷം പങ്കുവയ്ക്കാൻ ത്യാഗപൂർവം യാത്രയാകുന്നവർ. കൂദാശകൾ പരികർമ്മം ചെയ്ത് ദൈവജനത്തിന് സ്നേഹമാകുന്നവർ. അതെ, ഇതാണ് തിരുസഭയിലെ വൈദികർ. മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ തിരുസഭയുടെ ജീവനാഡിയായി മാറുന്ന വൈദിക ഗണത്തിനെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. മാർപ്പാപ്പയെയും കർദിനാൾ തിരുസംഘത്തെയും മെത്രാന്മാരെയും ലോകമെങ്ങും ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെയും നമുക്ക് ഈ ആരാധനയിൽ ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയാൽ അവർ നിറയപ്പെടട്ടെ. പുത്തനാത്മാഭിഷേകത്താൽ അവർ ഉജ്ജ്വലിക്കട്ടെ. ആമേൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റുവാൻ, അവൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ ഇതാ കാരുണ്യനാഥനെ അൾത്താരയിൽ ഇറങ്ങി നമ്മോടൊപ്പമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഈശോയെ നോക്കിക്കൊണ്ട് സ്നേഹപൂർവ്വം ഒന്ന് ചേർന്ന് പാടി ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ, കടലിനു മീതെ മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. ചേർന്ന് പാടാം. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. സ്തിരൂപനേശുവേ ആരാധന. ദിവ്യകാരുണ്യത്തെ നോക്കിയൊന്ന് പാടാം. ചേർന്നു ദാസർ പാടാം ആരാധന. ഓ ഈശോയെ സ്തിരൂപനേശുവേ ചേർന്ന് ആരാധിക്കാം.
നന്ദി പറയുന്നു ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സർവ്വപരിശുദ്ധിയുടെയും ഞങ്ങളെ വിളിച്ചവനെ യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമപരിശുദ്ധനെ യേശുവേ, ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ശിരസ് നമിച്ച് ആദരപൂർവ്വം അവനൊന്ന് വണങ്ങി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. സീനായ് മലയില് കത്തിജ്വലിച്ച അഗ്നിയുടെ മധ്യേ നിന്ന് മോശയോട് സംസാരിച്ച ദൈവം, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് അരുളി ചെയ്ത കർത്താവ് ഇതാ ഈ അൾത്താരെ നമ്മോട് കൂടെ ആയിരിക്കുന്നു. അവന്റെ സന്നിധി നമ്മുടെ ജീവനും ജീവിതവും ഇപ്പോൾ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തെ ആരാധിക്കുവാൻ പരിശുദ്ധ ദൈവമാതാവ് അനേക വൃന്ദം മാലഹമാരുടെ മധ്യേ ഈ ആൾത്താരയിൽ ഇറങ്ങി നിൽപ്പുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ ഗണം മുഴുവൻ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനും ജീവിതവും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തെ ഉചിതമാവണ്ണം എല്ലാവരും ഹൃദയപൂർവ്വം ആരാധിക്കേണ്ട സമയമാണ്. അതിനാൽ നമ്മുടെ രണ്ട് കരങ്ങളും ഒന്ന് അല്പം ഉയർത്തി ദിവ്യകാരുണ്യ സന്നിധിയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാം. ഇത് അനുഗ്രഹത്തിന്റെ ഉറവിടമായ കർത്താവ് നമ്മെ സന്ദർശിച്ച് അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇതാ യേശു ഈ ആൾക്കാരിൽ ഇറങ്ങി വന്നിരിക്കുന്നു. കണ്ണു തുറന്നവനെ കണ്ടുകൊണ്ട്, യേശുവിനെ കണ്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. യേശുവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നോക്കിയവർ പ്രകാശത്തിൽ കുളിച്ചവരായി മാറി, അവർ കത്തി ജ്വലിക്കുന്നവരായി മാറി. ആ ബോധ്യത്തോടെ രണ്ട് കരങ്ങളും കർത്തസന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈശോയെ ഒന്ന് വിളിച്ചാരാധിക്കാമോ? യേശുവേ എന്ന് വിളിച്ചാരാധിക്കാം. ഈശോയെ സ്തുതിക്കുന്നു. ആരാധിക്കുന്ന കർത്താവേ, ആരാധനയുടെ ദൈവമേ, നിന്നെ ആരാധിക്കുന്നു. സർവശക്തനായവനെ ആരാധിക്കുന്നു. സർവശക്തനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, 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 ജീവിക്കുന്ന ദൈവത്തെ ഈശോയെ സാന്നിധ്യം നൽകണമേ. സ്വർഗീയ സാന്നിധ്യം നൽകണമേ. വലിയ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഗ്ലോറി വ്യാപരിക്കട്ടെ കർത്താവേ. ഗ്ലോറി വ്യാപരിക്കട്ടെ. മഹത്വം നിറയട്ടെ. മഹത്വം വെളിപ്പെടട്ടെ. ജീവൻ വെളിപ്പെടട്ടെ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, കരങ്ങളടിച്ച് എല്ലാവരും കരങ്ങളടിച്ച് ശക്തിയോടെ ചേർന്ന് ഉണർവോടെ നമുക്ക് ഈശോയെ ചേർന്ന് പാടി ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ചേർന്ന് പാടാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. പ്രിയമുള്ളവരെ, മാലാഖമാരോട് ചേർന്ന് ആത്മശക്തിയാൽ നിറഞ്ഞ്, ആത്മശക്തി കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നീ കത്തിച്ചൊലിച്ച് കർത്താവിനെ ആരാധിക്കേണ്ട സമയമായത്. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്ക്. മാലാഖമാരോട് ചേർന്ന്, ആത്മാവോട് ചേർന്ന് ആത്മശക്തി കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാ അഭിഷേകത്തോട് ഐക്യപ്പെട്ട്
കരങ്ങൾ ശക്തമായിട്ട് സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ നീട്ടിയടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ചേർന്ന് പാടി ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. കരങ്ങൾ താഴ്ത്തി വീണ്ടും കണ്ണു തുറന്ന് ദിവികാരണത്തെ നോക്കുക. കണ്ണു തുറന്ന് സ്നേഹത്തോടെ ദിവികാരണത്തെ നോക്കുക. പ്രിയമുള്ളവരെ, തങ്ങളാൽ ബന്ധിതരായ അപ്പസ്തോലന്മാർ ജയിലറകളിൽ കടന്നു കർത്താവിനെ ആരാധിച്ചപ്പോ അത്ഭുതവാനായ ദൈവം ഇതാ നമ്മൾ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈശോ ഇറങ്ങി വന്നില്ലേ, ഇറങ്ങി വന്നില്ലേ ആരാധനയുടെ മധ്യേ. എന്റെ പ്രിയരെ, ഇപ്പോൾ നമ്മുടെ ഹൃദയം ഉണർത്തി ആരാധിക്കുക. നമ്മുടെ ബലഹീനതകളിലേക്ക് യേശു ഇറങ്ങി വരും, നമ്മുടെ തടവറകളിലേക്ക് ഈശോ കടന്നു വരും. ആ ബോധ്യത്തോടെ എല്ലാവരും ചേർന്ന് പാടി കരങ്ങളടിച്ച് വലിയ ഉണർവോടെ നമുക്ക് സഭാവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ചേർന്ന് പാടാം. കരമൊന്നെടുത്തിടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, സ്നേഹിച്ച് ഞങ്ങൾ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു ദൈവമേ. പ്രിയമുള്ളവരെ, ഈ ആരാധന ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടെയാണ് ഈ ആരാധന നമ്മൾ മുമ്പോട്ട് നയിക്കുക. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട അഭിഷിക്തർക്ക് വേണ്ടി, നമ്മുടെ പ്രിയ വൈദികർക്ക് വേണ്ടിയാണ് ഈ ദിവ്യകാരുണ്യ ആരാധന ഒരുക്കിയിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, നാം ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സമയം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പടവുകളിലും കൈപിടിച്ച് മുമ്പോട്ട് നടത്തുവാൻ ഈശോ നമുക്ക് വൈദികരെ തന്നിരിക്കുക. ഒരു കുഞ്ഞിൻ്റെ ജനനത്തിൽ മാമോദിസ മുതൽ സ്ഥൈര്യലേപനം, ആദ്യ കുർബാന, കുംഭസാരം, വിവാഹം, അവസാനം ആ വ്യക്തിയെ സ്വർഗ കവാടത്തിലേക്ക് ഒരുക്കി വിടുവാൻ വരെ
ഒരു വൈദികന്റെ ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ്. ആ വൈദികരെ വലിയ സ്നേഹത്തോടെ നമ്മൾ സ്മരിക്കണം. ഈ ആരാധനയിൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ നന്മകളെ ഓർത്ത് കർത്താവിന് നമ്മൾ നന്ദി പറയുകയാണ്. അവരിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ തേച്ചുമിനുക്കി ഏറ്റവും പരിശുദ്ധിയും വിശുദ്ധിയുള്ളവരുമായി മാറ്റുവാൻ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ പൗരോഹിത്യം പങ്കുവെക്കുന്ന വൈദികരെ അയച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവം ക്രമീകരിക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഏറെ സ്നേഹത്തോടെ അതീവ തീക്ഷ്ണതയോടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വൈദികരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ദൈവീക സംരക്ഷണവും പുതിയൊരു അഭിഷേകത്താൽ കത്തിജ്വലിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം വരും കാലഘട്ടങ്ങളിൽ തീപ്പന്തം പോലെ കത്തിജ്വലിക്കുന്ന അത്ഭുത അഭിഷേകം വൈദികരിൽ കത്തിപ്പടരാൻ ഒരു തീ പോലെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വൈദികരെയും ഉജ്ജ്വലിപ്പിക്കുന്നത് നമുക്ക് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് എല്ലാ വൈദികരെയും നമ്മുടെ സ്നേഹത്തോടൊന്ന് ചേർത്ത് പിടിക്കാം. നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച് വലതുകര കർത്ത സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ വൈദികരെ ഓർത്ത് നമുക്ക് ദൈവത്തിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ആരാധിക്കുന്ന കർത്താവേ, ശ്രേഷ്ഠ വൈദികരോട് നന്ദി പറയുന്നു. കർത്താവേ, വരോഗ്യ ശുശ്രൂഷ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ പ്രിയപ്പെട്ടവരെ, സ്നേഹപൂർവം വൈദിക സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ വൈദികരെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ യുവത്വത്തിൻ്റെ നാളുകളിൽ എനിക്കൊരു വ്യക്തിപരമായ ജീവിതമോ ഒരു കുടുംബമോ വേണ്ട എന്ന ഉറച്ചൊരു തീരുമാനത്തിൽ ക്രൂശിതനെ മാത്രം കൺമുമ്പിൽ കണ്ടുകൊണ്ട് എനിക്കൊരു ജീവനോ ജീവിതമോ ഉണ്ടെങ്കിൽ അതെൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവനവും ജീവിതവും എൻ്റെ സകല സാധ്യതകളും ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണ് കടന്നുകൊണ്ട് തങ്ങളുടെ ജീവനും ജീവിതവും യേശു ക്രിസ്തുവിനെ സമർപ്പിച്ച് തങ്ങളുടെ ജീവന്റെ രക്തം കൊണ്ട് ഉടയവൻ ഒരു ഉടമ്പടി കൊടുത്ത് തമ്പുരാന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ട പ്രിയ വൈദികരെ ഏറെ സ്നേഹത്തോടെ നമുക്കൊന്ന് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ദൈവജനത്തിന് വേണ്ടി ഉരുകി തീരുവാൻ തീരുമാനമെടുത്തവരാ. അവരുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്കിപ്പോൾ സമർപ്പിക്കാം. ഈശോയോട് ഹൃദയം നുറുങ്ങിയെന്ന് പ്രാർത്ഥിച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോയോട് ഹൃദയം നുറുങ്ങിയെന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അവരുടെ സമർപ്പണ ജീവിതം വലിയൊരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. വലിയ അനുഗ്രഹത്തിന്റെ ഉറവിടമായി, ലോകത്തിലേക്ക് അനുഗ്രഹം ഒഴുക്കുന്ന ഉറവിടങ്ങളായി ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരുടെ ജീവിതങ്ങൾ കത്തിജ്വലിക്കുവാൻ ആഗ്രഹിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് യേശുവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധിക്കുന്ന കർത്താവേ, വൈദികർക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ സമർപ്പണത്തിന്റെ ശ്രേഷ്ഠതയോട്, ഉന്നതമായ വെളിയോട്, സമുന്നതമായ പദവിയിലേക്ക് അവരെ ഉയർത്തിയ നല്ല ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല, 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 ഹല. യേശുവേ നന്ദി. എത്ര സമുന്നതമിന്നോ പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതം നിന്നോ പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ
ആയതിൽ അത്ഭുതമാർന്നിടുന്നു. അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ ആയതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതമിന്നു പുരോഹിത നീ വരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ വരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ ആയതിൽ അത്ഭുതമാർന്നിടുന്നു. അഗ്നിമയന്മാർ ദിവ്യാരൂപികൾ ആയതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ പരമേറ്റ വിശിഷ്ടസ്ഥാനം. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധമായ വിളി ഹൃദയപൂർവ്വം സ്വീകരിച്ച് ജീവിതത്തിൻ്റെ എല്ലാം ഉപേക്ഷിച്ച്, സ്വന്തം കുടുംബം ഉപേക്ഷിച്ച് തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന എല്ലാ കുടുംബങ്ങളും തൻ്റേതായി കരുതി അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പാവാവസ്ഥ എത്ര ഭയാനകമായേനെ. ഞങ്ങൾ ചുമന്ന് മടുക്കുമായിരുന്നു. ദൈവമേ, നീ കരുതി ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി പൗരോഹിത്യത്തെ ഞങ്ങളുടെ മുമ്പിൽ നിർത്തി വൈദികരെ ഞങ്ങൾ കൈ ഉയർത്തിയതിന് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ, ഞങ്ങളുടെ എല്ലാ കവതാശ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങളെ സഹായിക്കുവാൻ അവരെ വിളിച്ച ആ വിളിക്ക് പ്രത്യുത്തരം നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികരും ഞങ്ങൾ സ്നേഹത്തോടെ അവിടുത്തെ തിരുസന്നിധിയിൽ ഓർക്കുന്ന കർത്താവേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ ജീവിതം ധന്യമായി നിൽക്കുന്നത് യേശുവേ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരില്ലായിരുന്നുവെങ്കിൽ എൻ്റെയൊക്കെ ജീവിതം എത്രമാത്രം അതപ്പതിച്ചു പോയെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ദൈവമേ, അനേകായിരങ്ങളുടെ ലക്ഷക്കണക്കിന് മക്കളുടെ കണ്ണീരൊപ്പുവാൻ, പാപം മോചിക്കുവാൻ, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ, ലോകത്തിന് അനുഗ്രഹമായി മാറുവാൻ, ഇടവകയ്ക്ക് അനുഗ്രഹമായി മാറുവാൻ, സമൂഹത്തിന് അനുഗ്രഹമായി മാറുവാൻ കർത്താവെ പുരോഹിതനെ വിളിച്ചുയർത്തിയതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുക. അവരുടെ പൗരോഹിത്യ ജീവിതത്തെ ഓർത്ത് എല്ലാ സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അങ്ങയുടെ പ്രതിപുരുഷനായി നിൽക്കുവാൻ അങ്ങ് വിളി കൊടുത്തതിനെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേ ഹൃദയപൂർവ്വം സ്തുതിച്ച് ആരാധിക്കുന്നപ്പാ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു കർത്താവേ, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബലിയിൽ കാർമികനാകാം, കൗദാശികമായി ചെയ്യാം. ബലിയിൽ കാർമികനാകാം, കൗദാശികമായി ചെയ്യാം. ദൈവജനത്തിൻ പാപം പോക്കാൻ വിടുതലും വിശുദ്ധിയുമേകാം. ദൈവജനത്തിൻ പാപം പോക്കാൻ വിടുതലും വിശുദ്ധിയുമേകാം. അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ. അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ. അഭിഷേകിതദാസൻ അനുഗ്രഹീതനെന്നും നീ. അനുഗ്രഹീതൻ എന്നും നീ. ഓ ദിവ്യകാരുണ്യമേ, ഈ ഭൂമിയിൽ ദൈവജനത്തിനും അങ്ങേക്കുമിടയിൽ തൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തവരാണല്ലോ അങ്ങയുടെ പ്രിയപ്പെട്ട അഭിഷിക്തർ. ഓ ദിവ്യകാരുണ്യമേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ എല്ലാ വൈദികരെയും ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ, ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു,
അനേക വൈദികർ ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിൽ ചെറുപ്പക്കാരെന്നോ മധ്യവയസ്കരെന്നോ പ്രായം ചെന്നവരെന്നോ വ്യത്യാസമില്ലാതെ ദൈവമേ, രോഗത്തിൻ്റെ പിടിയിൽ അമർന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച്, നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച്, ഒരു ജീവിതമുണ്ടെങ്കിൽ അങ്ങേക്കെന്ന് വേണ്ടി മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകിയ ആ മക്കളെ നീ ഇപ്പോൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ, ഈ മഹാമാരിയുടെ കാലഘട്ടങ്ങളിൽ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട മക്കളാവാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ അറിവിലുള്ള വൈദികരായിരിക്കാം. അവരെ ഇപ്പോൾ ദിവ്യകാരുണ്യനാഥന്റെ പക്കലേക്ക് ചേർത്ത് വെക്കുന്നു. അവർക്ക് വേണ്ടി നമ്മുടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. അകാരണമായ രോഗാവസ്ഥകളിലൂടെ സാത്താൻ തട്ടിയെടുക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുക്കരം അവരുടെ മേൽ കുട പോലെ നിവർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരു രക്തത്താൽ അവരെ മുദ്രണം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും ഉയർത്തി എല്ലാ വൈദികരെയും സമർപ്പിച്ച്, രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവിക സാന്നിധ്യം നിറയട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ യേശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ യേശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, രോഗപീഠകൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാൽ നിറയ്ക്കണമേ യേശോ, രോഗപീഠകൾ അകറ്റണമേ യേശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമവരിൽ നിറവേറ്റണമേ ഈശോ. ഓ തിരുവോസ്തിരുവനായ ഈശോയെ, അങ്ങയുടെ മുൻപിൽ നിന്ന് അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഏറെ ആദരവോടെ ഇതാ ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഈശോയെ, അങ്ങ് സ്വന്തം രക്തം കൊടുത്ത് ദൈവമേ അങ്ങ് നേടിയെടുത്ത പരിശുദ്ധ സഭയെ പരിപാലിക്കുവാൻ ഓ പരിശുദ്ധാത്മാവെ അങ്ങ് നിയോഗിച്ച അജപാലകരാണല്ലോ എല്ലാ പുരോഹിതരും. എൻ്റെ ദൈവമേ, അവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഓ ഈശോയെ, അങ്ങയുടെ വചനം പ്രഘോഷിക്കാനും പ്രബോധിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും അങ്ങ് അവർക്ക് കൊടുത്ത അധികാരത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. എൻ്റെ ദൈവമേ, അങ്ങ് നൽകിയ അധികാരവും പദവിയും ദൈവമേ അതിൻ്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ അവരെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഈശോയെ, യെശയ്യാ 49:7 വചനം ഞങ്ങൾ ഓർക്കുന്നു. നിന്നെ തിരഞ്ഞെടുത്ത കർത്താവ് മൂലം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കും, പ്രഭുക്കന്മാർ നിന്റെ മുമ്പിൽ താണു വണങ്ങും. ഓ ദൈവമേ, അവിടുന്ന് അവർക്ക് കൊടുത്ത അധികാരം എത്രയോ വലുത്. ആ അഭിഷേകത്തോടെ ഈ കാലത്തിന്റെ ശുശ്രൂഷകൾ പൂർത്തിയാക്കുവാൻ, സ്വർഗം കൊതിക്കുന്നത് പോലെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമേ ഏറെ കൃപാവരങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. ദൈവമേ, അവരെ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ കൃപകൾ അവരുടെ മേൽ ചൊരിയപ്പെടട്ടെ. അത്ഭുതകരമായ സൗഖ്യവരങ്ങൾ അവരിലൂടെ വീണ്ടും വെളിപ്പെടട്ടെ. ദൈവമേ, പ്രഘോഷണ വരങ്ങൾ കൂടുതലായി അവരിൽ നിറയട്ടെ. കൃപാദാനങ്ങളുടെ സമൃദ്ധി അവരിൽ നിറയുവാൻ ലക്ഷോപലക്ഷം വൈദികരെ തിരുമുമ്പിൽ ഉയർത്തി
കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപകൾ ജ്വലിക്കട്ടെ, വരങ്ങൾ അവർ ജ്വലിക്കട്ടെ, അഭിഷേക ശക്തി അവർ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന, ആരാധന ദൈവമേ, ദൈവമേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ഈശോയെ നന്ദി. ആരാധന ദൈവമേ, ആരാധന ദൈവമേ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ അവർ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ. വരങ്ങളും ജ്വലിച്ചിടുവാൻ അവർ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. വിൺമഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. ചേർന്ന് പാടി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം അവർക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവികാരന്റെ സന്നദ്ധിയിൽ നമ്മുടെ ഇടവകയുടെ ആത്മീയ പിതാവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവക എന്ന കുടുംബത്തിൻ്റെ നാഥനാണ് നമ്മുടെ പ്രിയപ്പെട്ട പുരോഹിതര്. ദൈവം അവരിലൂടെയാണ് നമ്മുടെ ഇടവകയെ പരിപാലിക്കുന്നത്. ഇടവകയിലെ ആത്മീയ ദാരിദ്ര്യം പരിഹരിക്കുന്നതും ഇടവക ജനത്തിന് ആവശ്യമായ ആത്മീയവും ഭൗതികമായ സൗഖ്യവും വിമോചനവും നൽകുവാൻ ദൈവം തൻ്റെ പൗരോഹിത്യത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മേഖലയായ ഇടവകയെ നയിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ മുമ്പിൽ വലിയ ശുശ്രൂഷയുടെ നാളുകളാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. വീണ്ടും നമ്മുടെ ഇടവക ദേവാലയങ്ങൾ ദൈവജനത്തെ കൊണ്ട് നിറയും. വലിയ ശുശ്രൂഷകൾ നമ്മുടെ ഇടവകയിൽ വീണ്ടും ആരംഭിക്കും. വീണ്ടും ഏലിയാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവനോ അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ട് അവന്റെ വാക്കുകളോ തീപ്പന്തം പോലെ ജ്വലിക്കുന്ന ഒരഭിഷേകത്തിന്റെ നാളുകളാണ് നമ്മുടെ ഇടവക വൈദികരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. വലിയ അഭിഷേക ശക്തി, ദൈവജനത്തെ നയിക്കുന്ന അത്ഭുതകരമായ അഭിഷേക ശക്തി വരും കാലഘട്ടങ്ങളിൽ ഓരോ വൈദിക ശുശ്രൂഷയിലും വെളിപ്പെടാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മുടെ പ്രിയ വൈദികരെ സ്നേഹത്തോടെ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ സമർപ്പിക്കണം. അവരുടെ വേണ്ടി നമ്മുടെ രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ വൈദികനും പീഠത്തിന്മേൽ വെച്ചൊരു വിളക്കാണ്. മലമുകളിൽ പണിതുയർത്തിയ ഒരു നഗരമാണ്. അനേകർ കവയമേകുവാൻ, ആശ്രയമേകുവാൻ, തകർച്ചയിലും പാപത്തിലും കടന്നു പോകുന്നവരെ ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ദൈവം തന്നെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അഭിഷേകം നൽകി ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും അവർക്ക് വേണ്ടി ഉയർത്തി ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പുതിയ അഭിഷേകം എല്ലാ വൈദികരിലും നിറയട്ടെ. പുതിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ ആരംഭിക്കട്ടെ. ദൈവം വരും കാലഘട്ടങ്ങളിൽ മാനവ ചരിത്രത്തിൽ വൈദികരിലൂടെ അത്ഭുതകരമായി ഇടപെടട്ടെ, പ്രവർത്തിക്കട്ടെ. മാനവരാശിയെ ദൈവിക വഴികളിലൂടെ നടത്തുവാൻ അത്ഭുതകരമായ അഭിഷേകവും എല്ലാ വൈദികരിലും വ്യാപരിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വൈദികർ അഭിഷേകത്താൽ കത്തി ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ തിരുസഭയെ നയിച്ചിടുവാൻ, നിൻ സുവിശേഷം നൽകിടുവാൻ
ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരമെന്നരുളുക ദാസർക്കാർ. നിൻ തിരുസഭയെ നയിച്ചിടുവാൻ, നിൻ സുവിശേഷം നൽകിടുവാൻ. ദുഃഖിതരെ പരിരക്ഷിപ്പാൻ വരമെന്നരുളുക ദാസർക്കാർ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. എല്ലാ വൈദികരെയും ഓർത്തു ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പ്രിയപ്പെട്ട ഈശോയെ, ജീവിതത്തിൻ്റെ ആരോഗ്യനാളുകളെല്ലാം ഇടവകയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എല്ലാം ചെലവഴിച്ച്, വിദ്യാഭ്യാസ മേഖലകളിൽ ജീവിതം ചെലവഴിച്ച്, ഒരുപാട് പ്രവർത്തികളിലെല്ലാം തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടെല്ലാം അനുഗ്രഹപൂർണ്ണമാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർ പലരും ഇന്ന് വൈദിക മന്ദിരത്തിലെ വിശ്രമത്തിലാണ്. കർത്താവെ, ഞങ്ങൾ അവരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെല്ലാം മനുഷ്യകുലത്തിന് വേണ്ടി, തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന മക്കൾക്ക് വേണ്ടി അവരെ കണ്ണീരൊപ്പുവാൻ, അവരെ ചേർത്ത് അണച്ചു പിടിക്കുവാൻ ജീവിതം സമർപ്പിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാരെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. വൈദിക മന്ദിരത്തിലും വിശ്രമ കേന്ദ്രങ്ങളിലെല്ലാം ആയിരിക്കുന്നവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ്. കർത്താവെ, അവരെ അങ്ങ് ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ അവരെ വെച്ച് തന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കയ്യിൽ ചേർത്ത് പിടിക്കാൻ അവർക്ക് ഒരുപാട് ചെയ്ത പ്രവർത്തികളുടെ നല്ല ഫലങ്ങളുണ്ട്. അവരുടെ അധ്വാനത്തിൻ്റെ ഡിപ്പോസിറ്റിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ആത്മീയ ജീവിതം നയിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ഓർക്കുന്നു, സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ ആരോഗ്യപൂർണ്ണമായ ജീവിതം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്രയിൽ കർത്താവെ അങ്ങ് ചേർത്ത് പിടിക്കണമേ. അനുഗ്രഹദായമായ ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, മുറിവേറ്റ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകി കർത്താവെ കൊണ്ടു നടക്കണമേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സമർപ്പിച്ച് ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവെ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം കർത്താവെ, നന്ദി. അവരിലൂടെ ഞങ്ങൾക്കിടയിൽ ചെറിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവരിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ സഹനങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവെ, ആരാധന ആരാധന ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കൺമണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. യേശുവേ സ്നേഹമേ, യേശുവേ പ്രാണനേ, യേശുവേ സ്നേഹമേ, യേശുവേ പ്രാണനേ. സ്നേഹം തന്നെയായ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട അഭിഷിക്തരെ ചേർത്ത് വെച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളിൽ, യൗവന കാലഘട്ടത്തിൽ അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരുപക്ഷെ ഈ ദേശത്ത് ലഭിക്കാമായിരുന്ന എല്ലാ സൗകര്യങ്ങളും, ആദരവും ബഹുമാനവും അംഗീകാരവും എല്ലാം
വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഭാഷയറിയില്ല, ദേശമറിയില്ല, ഏത് ഗോത്രമെന്നറിയില്ല, അവിടേക്ക് നിന്റെ സുവിശേഷവുമായി കടന്നു ചെല്ലുന്ന, മിഷൻ ദേശങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട അഭിഷിക്തരെയും ഇപ്പോൾ നിന്റെ കരങ്ങളിൽ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ നല്ല ദൈവമേ, അവരിലൂടെയാണല്ലോ അങ്ങേ അറിയാത്ത നിരവധി ദേശങ്ങളിൽ സുവിശേഷം കൊടുക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർ വീണുപോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും അവരെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം സൗകര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ അംഗീകാരങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിക്കുവാൻ, നിന്റെ സുവിശേഷം കൊടുക്കുവാൻ ലോകത്തിന്റെ അതിരുകളോളം മിഷൻ പ്രവർത്തനവുമായി പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അഭിഷിക്തരെയും ചേർത്ത് വെച്ച് ഞങ്ങൾ ആരാധിക്കുന്നപ്പ, അവരെ നീ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടുത്തു പോയിട്ടുണ്ടെങ്കിൽ നീ അവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്തിൽ പുതിയൊരു അഭിഷേകം, പുതിയ തീ അവരിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. Hallelujah, 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 ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ അവരെ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ അവരെ അഗ്നി അയക്കണമേ. ആത്മാവേ, അവരിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, അവരെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, അവരിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, അവരെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ അവരെ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ അവരെ അഗ്നി അയക്കണമേ. ആത്മാവേ, അവരെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, അവരെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, അവരെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, അവരെ നീ തീയായി മാറ്റണമേ. ഓ ഈശോയെ, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വൈദികരെ ഈ സമയത്ത് അവിടുന്ന് വീണ്ടും നോക്കിക്കാണണമേ. വൈദിക സമൂഹം കടന്നു പോകുന്ന ഈ പ്രത്യേകതകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തെ അവിടുന്ന് ശ്രദ്ധിക്കണമേ ദൈവമേ. ഈശോയെ, ഞങ്ങൾ അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, ആഗോള സഭയിൽ പൊതു ശുശ്രൂഷകൾ ഏറെ കുറഞ്ഞുപോയ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവെ, അങ്ങയോട് ചേർന്നിരുന്ന് അവിടുത്തെ സക്രാരിക്ക് മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർ. ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ കാലഘട്ടം സൃഷ്ടിച്ച പ്രതിസന്ധികളും സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ കുരിശോട് ചേർത്ത് ആത്മാക്കൾക്ക് വേണ്ടി നാളുകളിൽ അവർ നിശബ്ദമായി സഹിച്ച് അത് കാഴ്ചവെക്കുകയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് ദൈവമേ. എൻ്റെ ദൈവമേ, കോവിഡാനന്തര കാലഘട്ടം ഈ വരുന്ന യുഗാന്ത്യ സഭയിൽ വെളിപ്പെടേണ്ട ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. എൻ്റെ പിതാവേ, ഈ ശുദ്ധീകരണ കാലഘട്ടം അവരുടെ ശക്തീകരണത്തിനും മഹത്വീകരണത്തിനും കാരണമാക്കി സ്വർഗം തീർക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള വൈദികരെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. യുഗാന്ത്യ സഭ അത്ഭുതകരമായ കൃപാവരങ്ങളാൽ വീണ്ടും നിറയട്ടെ. ആഗോള സഭ ഇതുവരെ കാണാത്ത, ലോകം ഇതുവരെ കേൾക്കാത്ത അത്ഭുതകരമായ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്പോൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. ഒരു പുതിയ പെന്തക്കോസ്ത എല്ലാ വൈദികരുടെ മേലും വീണ്ടും അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ പതിക്കട്ടെ. ഒരു പുതിയ യുഗം അവരിലൂടെ വീണ്ടും ആരംഭിക്കട്ടെ. അങ്ങനെ സഭയുടെ വസന്തകാലം വീണ്ടും വരട്ടെ. അതിനുവേണ്ടി സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ തീനാളങ്ങൾ മഴ പോലെ സമൂഹങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. വൈദിക സമൂഹങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. യുഗാന്ത്യ സഭയുടെ അഭിഷേകം ഓ കർത്താവേ, ഞങ്ങൾ ചോദിക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ദൈവമേ. ആത്മാ
ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടി ആദരപൂർവ്വം മുട്ടിന്മേൽ നിൽക്കാം. പ്രിയമുള്ളവരെ, ഈ സമയം നാം ഉയർത്തിയ എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മൾ നന്ദിയോടെ, വലിയ സ്നേഹത്തോടെ ഹൃദയം നുറുങ്ങിയൊന്ന് സമർപ്പിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലാണ് മുട്ടുമേൽ നിൽക്കുന്നത്. ഒരു ഗോതമ്പപ്പം ദിവ്യകാരുണ്യമായി മാറണമെങ്കിൽ ഒരു നുള്ളുവീഞ്ഞ് യേശുവിൻ്റെ രക്തവും ഒരു ഗോതമ്പപ്പം യേശുവിൻ്റെ ശരീരവുമായി മാറണമെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഒരു പുരോഹിതൻ മാധ്യസ്ഥം വഹിക്കണം. ഒരു പുരോഹിതനെ, ദൈവത്തെ നമ്മുടെ ഇടയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓ പുരോഹിതരെ, നിങ്ങളെത്ര ശ്രേഷ്ഠരാണ്! നിങ്ങളുടെ ശുശ്രൂഷ എത്രയും മഹത്വരമാണ്. ദൈവദൂതന്മാർ പോലും കുതിക്കുന്ന അത്ഭുതകരമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്ത പുരോഹിതർ. വലിയ സ്നേഹത്തോടെ ലോകമെമ്പാടുമുള്ള വൈദികരെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ സമയം നമ്മൾ സമർപ്പിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മളേറെ സ്നേഹത്തോടെ ഓർക്കുന്നു. കർദിനാൾ തിരുസംഘത്തെ സമർപ്പിക്കുന്നു. ഓരോ രൂപതകൾക്കും നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ബിഷപ്പുമാരെ നമ്മൾ സമർപ്പിക്കുന്നു. എല്ലാ കോൺഗ്രിഗേഷനെയും അതിൻ്റെ അധികാരികളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളിപ്പോൾ സമർപ്പിക്കുകയാണ്. പൗരോഹിത്യത്തെ ഓർത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയുകയാണ്. പ്രിയ പുരോഹിതരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകവും സഭയും വിശ്വാസികളുടെ സമൂഹവും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ പുറകിൽ വിശ്വാസികളുടെ വലിയൊരു സമൂഹമുണ്ട്. വലിയൊരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയുണ്ട്. നമുക്കേറെ സ്നേഹത്തോടെ എല്ലാ വൈദികരെയും ഒരിക്കൽ കൂടി പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. അവന്റെ തിരുവിലാവിലെ മുറിവിൽ നൊഴുകുന്ന തിരുരക്തത്താല്, ആ കൃപയാല് എല്ലാ പുരോഹിതരെയും വലിയ അഭിഷേകം നൽകി, വലിയ ഉണർവ് നൽകി, വലിയ കരുത്ത് നൽകി ദൈവം അതിശക്തമായ രീതിയിൽ ഒരത്ഭുത അഭിഷേകത്തിലേക്ക് ഉയർത്താൻ പോകുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരങ്ങൾ ഇപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയരട്ടെ. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വൈദികരെ വിശ്വാസത്തിൽ കണ്ട് രണ്ട് കരമുയർത്തി ഗീതാ വൈദികരുടെ നാഥനായ ക്രിസ്തുവിന്റെ സവിധത്തിലേക്ക് അവരെ ഉയർത്തി എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിന്റെ പ്രകാശമാണ് വൈദികർ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേക ശക്തിയാണ് വൈദികർ. പ്രിയ വൈദികരെ, നിങ്ങൾ അഭിഷേകത്തിന്റെ കൂടാരങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. നിത്യപുരോഹിതനീശോയെ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലെന്നും വീഴാതെ നിർമ്മലരായി കാക്ക
അധരം നിർമ്മലമാക്കണമേ. നിൻ തിരുരക്തം നുകരുന്ന അധരം നിർമ്മലമാക്കണമേ. നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ. നിന്റെ ശരീരമുയർത്തുന്ന കൈകൾ പാവനമാക്കണമേ. ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ. ലൗകിക മോഹം നിറയാതെ ഹൃദയം സുരഭിലമാക്കണമേ. ദൈവിക ശാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. ദൈവിക കാന്തി നിറച്ചെന്നും വദനം ഭാസുരമാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. മാനവപ്രീതി തേടാതെ മനസ്സിനെ മുദ്രിതമാക്കണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീഷ്ണത പകരണമേ. ദൈവിക രാജ്യം സ്ഥാപിക്കാൻ നിത്യം തീഷ്ണത പകരണമേ. എല്ലാവർക്കും എല്ലാമായി തീരാതിവരെ ഒരുക്കണമേ. എല്ലാവർക്കും എല്ലാമായി തീരാനിവരെ ഒരുക്കണമേ. ശുശ്രൂഷയ്ക്കായി നേദിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. ശുശ്രൂഷയ്ക്കായി നേദിച്ച ജന്മം വിൺമുടി ചൂടട്ടെ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. നിത്യപുരോഹിതനീശോയേ, നിന്റെ പുരോഹിതദാസരെ നീ തിന്മയിലൊന്നും വീഴാതെ നിർമ്മലരായി കാക്കണമേ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് ഒരു നിമിഷം ശാന്തമായി നിൽക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് കുഞ്ഞുനാളുകൾ മുതൽ ഇന്ന് വരെ നമ്മളെ കൈപിടിച്ചു നടത്തിയ എല്ലാ വൈദികരുടെ മുഖവും ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരണമേ. ചിലരൊക്കെ നിത്യസമാനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരുണ്ട്. അവരെയും സ്നേഹപൂർവ്വം ഒന്ന് സ്മരിക്കണമേ. നമ്മുടെ കുടുംബത്തില് നമ്മുടെ മക്കള്, നമ്മുടെ സഹോദരങ്ങള്, അവരൊക്കെയായിട്ട് എത്രയോ വൈദികരുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാരുടെ ഇടയിൽ ചില വൈദികരുണ്ടാകാം. നമ്മുടെ ഇടവകയിൽ തന്നെയില്ലേ പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ഒന്ന് ഓർക്കുക. എല്ലാ വൈദികരെയും ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഹൃദയപൂർവം ഈശോയോട് ചേർത്ത് പിടിക്കുക. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ അവിടുന്ന് അവർ അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന ഇടവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവേ, എല്ലാ വൈദികരെയും സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യം നമ്മുടെ ശിരസിന് മേൽ ഉയർന്ന് ഈ ലോകത്തെ വിശുദ്ധ കുരിശനാൽ ദിവ്യകാരുണ്യത്താൽ മുദ്ര ചെയ്യുമ്പോൾ സകല വൈദികരുടെ മേലും ഉന്നതമായ അഭിഷേകവും ദൈവശക്തിയും ദൈവിക സംരക്ഷണവും നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യജീവ
നിത്യനു നീ മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.